ആദിത്യ ജ്യോതിഷാലയത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും സ്വാഗതം. 12 രാശിയിലുള്ള 27 നക്ഷത്രക്കാരുടെ ഈ ആഴ്ചത്തെ നക്ഷത്രഫലം. മേടക്കൂറ്. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം. തൊഴിൽ രംഗം വികസിപ്പിക്കുവാൻ പറ്റും. പുതിയ കരാറുകൾ ഒപ്പുവെക്കും. സജ്ജനങ്ങളുടെ പിന്തുണ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. ഭൂമിയിൽ നിന്നും ആദായം വർദ്ധിക്കും. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നല്ല ഗുണങ്ങൾ ലഭിക്കുകയും ഉദ്യോഗത്തിന് സ്ഥിരത കൈവരിക്കുവാൻ കഴിയുകയും ചെയ്യും. ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും അർഹമായ പിന്തുണ ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്തുവാൻ സാധിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് നേട്ടങ്ങളുണ്ടാവും. നിക്ഷേപങ്ങളിൽ നിന്ന് ആദായം പ്രതീക്ഷിക്കാം. കായിക രംഗത്തുള്ളവർക്ക് ഈ ആഴ്ച നേട്ടമുണ്ടാവും. ദോഷപരിഹാരമായി ഹനുമാൻ സ്വാമിക്ക് അവൽ നിവേദ്യവും വെറ്റിലമാലയും നടത്തിക്കൊള്ളുക. ഇടവക്കൂറ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകേരത്തിൻ്റെ ആദ്യ പകുതി. ഉദ്യോഗസ്ഥർക്ക് അധികാരികളുടെ അപ്രീതി നേരിടേണ്ടി വരും. സ്ഥാനക്കയറ്റവും വൈകിയേക്കാം. ആരോഗ്യപരമായി അശ്രദ്ധ വരുത്തരുത്. പുതിയ ചികിത്സാരീതികൾ സ്വയം അവലംബിക്കാതിരിക്കുന്നതാണ് നല്ലത്. ജീവിതശൈലി രോഗങ്ങളിൽ പരിശോധന വേണ്ടി വരും. സുഹൃത്തുക്കളും ബന്ധുക്കളുമായുള്ള ബന്ധങ്ങളിൽ സങ്കീർണതകൾ അനുഭവപ്പെടും. വിദ്യാർത്ഥികൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക. സാമ്പത്തിക ക്ലേശങ്ങൾ ഉയരാം. കടബാധ്യതകൾ വലച്ചേക്കാം. സർക്കാർ കാര്യങ്ങളിൽ തടസ്സങ്ങളുണ്ടാവാം. കായിക രംഗത്തുള്ളവർക്ക് നേട്ടങ്ങൾ കുറയും. ദോഷപരിഹാരമായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ തൃക്കൈവണ്ണയും തുളസിമാലയും നടത്തിക്കൊള്ളുക. മിഥുനക്കൂറ്. മകേര അവസാന പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ. തൊഴിൽ രംഗത്ത് പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരികയും അതുമൂലം നേട്ടമുണ്ടാക്കാൻ പറ്റുകയും ചെയ്യും. കടബാധ്യത തീർക്കാനുള്ള ഉദ്യമത്തിന് വിജയം കാണും. ധനകാര്യം, ബാങ്കിങ് എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമുണ്ടാകും. സർക്കാർ കാര്യങ്ങളിൽ അലച്ചിലുണ്ടാകാം. ബിസിനസ്സുകാർക്ക് പുതിയ കരാറുകൾ നേടുവാനും മറ്റുമായി ധാരാളം യാത്രകൾ ചെയ്യേണ്ടി വരും. ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങളുണ്ടാവും. അധ്വാനഭാരം അല്പം കൂടിയേക്കാം. കായിക രംഗത്തുള്ളവർക്ക് ചെറിയ നേട്ടങ്ങളുണ്ടാവും. ദോഷപരിഹാരമായി മഹാഗണപതിക്ക് അപ്പനിവേദ്യവും കറുകമാലയും നടത്തിക്കൊള്ളുക. കർക്കിടകക്കൂറ്. പുണർദ അവസാന പാദം, പൂയം, ആയില്യം. ആഡംബര വസ്തുക്കൾ സ്വന്തമാക്കാൻ വരവിലധികം ചെലവാക്കും. പുതിയ കൂട്ടുകെട്ടുകൾ ഗുണകരമാവും. കടബാധ്യത പരിഹരിക്കാനുള്ള ശ്രമം കുറച്ചൊക്കെ വിജയിക്കും. തൊഴിൽ രഹിതർ ജോലിയിൽ പ്രവേശിക്കാൻ കുറച്ചുകൂടി കാത്തു നിൽക്കേണ്ടി വരും. ബിസിനസ്സുകാർക്ക് നേരിയ ലാഭം പ്രതീക്ഷിക്കാം. കാർഷിക രംഗത്തുള്ളവർക്ക് പ്രതീക്ഷിച്ച ഗുണം കിട്ടണമെന്നില്ല. ജോലി സംബന്ധിച്ച് കൂടുതൽ അധ്വാനമുണ്ടാവും. നവസംരംഭങ്ങളിൽ ആശാവഹമായ പുരോഗതി ഉണ്ടാവും. വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രോത്സാഹനങ്ങൾ ലഭിക്കും. ദോഷപരിഹാരമായി വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസവും തുളസിമാലയും നടത്തിക്കൊള്ളുക. ചിങ്ങക്കൂറ്. മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യപാദം. സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമുണ്ടാവും. രാഷ്ട്രീയ രംഗത്തുള്ളവർ എതിർപ്പുകളെ തൃണവൽഗണിക്കും. വ്യവഹാരങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നതാണ് നല്ലത്. ട്രാവൽ ആൻഡ് ടൂറിസം, കായികം എന്നീ രംഗങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ പറ്റും. തൊഴിൽ രംഗത്ത് ഗുണകരമായ ചില മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. യാത്രകൾ കൊണ്ട് തൊഴിലിൽ നേട്ടങ്ങൾ കൈവരുത്തുവാൻ കഴിയും. കരാർ പണികൾ സ്ഥിരപ്പെട്ട് കിട്ടുവാൻ സാധ്യത കാണുന്നു. ദീർഘദൂരയാത്രകളും പുണ്യസ്ഥല സന്ദർശനങ്ങളും ഈ ആഴ്ചയുണ്ടാവും. ദോഷപരിഹാരമായി സുബ്രഹ്മണ്യ സ്വാമിക്ക് കുമാരസൂക്തവും പാലഭിഷേകവും നടത്തിക്കൊള്ളുക. കന്നിക്കൂറ്. ഉത്രമുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി. വിദ്യാർത്ഥികളുടെ പഠനത്തിന് രക്ഷിതാക്കളുടെ പ്രോത്സാഹനം കരുത്താവും. ഊഹക്കച്ചവടങ്ങളിൽ നേട്ടം പ്രതീക്ഷിക്കാം. ആഡംബരത്തിലൂടെ ചിലവ് അധികരിക്കും. അസമയത്തുള്ള യാത്രയും സാഹസങ്ങളും ഒഴിവാക്കുന്നതാണ് നല്ലത്. തൊഴിൽ പുരോഗതിക്ക് വായ്പാ സഹായം പ്രയോജനപ്പെടുത്തും. വാഹനം, ഗൃഹം, ഓഫീസ് എന്നിവ മോടി പിടിപ്പിക്കുവാൻ പറ്റും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. പൊതുപ്രവർത്തകർക്ക് അനുയായികളുടെ പൂർണ്ണ പിന്തുണ ലഭിക്കും. കായിക രംഗത്തുള്ളവർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ദോഷപരിഹാരമായി ശ്രീ ധർമ്മശാസ്താവിന് നീരാഞ്ജനവും ഭാഗ്യസൂക്തവും നടത്തിക്കൊള്ളുക.
തുലാക്കൂറ് ചിത്തിര അവസാന പകുതി ചോതി വിശാഖം മുക്കാൽ. വ്യാപാര രംഗത്തെ മാന്ദ്യം പരിഹരിക്കാൻ പുതുവഴികൾ കണ്ടെത്തും. കുടുംബാംഗങ്ങളുമായി കൂടിയാലോചനകൾ നടത്താതെ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് കുടുംബത്തെ അനൈക്യങ്ങൾ വഴിവെക്കും. വിദ്യാർത്ഥികൾക്ക് പഠനക്ലേശം അനുഭവിക്കേണ്ടി വരും. വസ്തുക്കളെ സംബന്ധിച്ച വ്യവഹാരം തീർപ്പാകാതെ നീണ്ടുപോകും. ഉദ്യോഗസ്ഥർക്ക് കൃത്യനിർവഹണത്തിൽ ചില ക്ലേശങ്ങളുണ്ടാവാം. ഭൂമി സംബന്ധിച്ച ക്രയവിക്രയങ്ങളിൽ ചെറിയ കാലതാമസം നേരിടും. പ്രൊഫഷണൽ രംഗത്തുള്ളവർക്ക് വെല്ലുവിളികളെ അഭിമുഖീകരിക്കേണ്ടതായ സാഹചര്യം വന്നു ചേരും. മുൻകൂട്ടി തീരുമാനിച്ച യാത്രകൾ മാറ്റിവെക്കപ്പെടാം. കായിക രംഗത്തുള്ളവർക്ക് നേട്ടം കുറയും. ദോഷപരിഹാരമായി സുബ്രഹ്മണ്യസ്വാമിക്ക് പാലഭിഷേകവും കുമാരസൂക്തവും നടത്തിക്കൊള്ളുക. വൃശ്ചികക്കൂറ് വിശാഖം അവസാന പാദം അനിഴം തൃക്കേട്ട. പുതിയ സംരംഭങ്ങളെക്കുറിച്ച് ചിന്തിക്കും. കരുതി വച്ചിരുന്ന ധനം മറ്റു ചില കാര്യങ്ങൾക്കായി വകമാറ്റി ചെലവഴിക്കേണ്ടി വരും. വിദേശത്ത് പോകാൻ തയ്യാറെടുക്കുന്നവർക്ക് അനുമതി ലഭിക്കും. ബിസിനസ്സുകാർക്ക് സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാമെങ്കിലും ക്രയവിക്രയങ്ങളിൽ നല്ല കരുതൽ വേണം. ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനും യോഗം കാണുന്നു. ഉദ്യോഗസ്ഥർക്ക് സ്വന്തം നാട്ടിലേക്ക് സ്ഥലം മാറ്റം കിട്ടാൻ അല്പം കൂടി കാത്തിരിക്കേണ്ടി വന്നേക്കാം. കായിക രംഗത്തുള്ളവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ പറ്റും. ദോഷപരിഹാരമായി ശ്രീ ധർമ്മശാസ്താവിന് എള്ളുപായസവും നീരാഞ്ജനവും നടത്തിക്കൊള്ളുക. ധനുക്കൂറ് മൂലം പൂരാടമുത്രാടത്തിൻ്റെ ആദ്യപാദം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നേട്ടമുണ്ടാക്കുവാൻ പറ്റും. ഭൂമിയുടെ ക്രയവിക്രയങ്ങളിൽ തടസ്സങ്ങൾ വരുവാൻ സാധ്യത കാണുന്നു. വാഹനം, യന്ത്രം, അഗ്നി എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുക. ഊഹക്കച്ചവടത്തിൽ നേട്ടം പ്രതീക്ഷിക്കാം. ദൂരദേശയാത്ര ആവശ്യമായി വരും. അധ്യാപകർ, മാധ്യമപ്രവർത്തകർ, സാഹിത്യകാരന്മാർ എന്നീ രംഗങ്ങളിലുള്ളവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ പറ്റും. സർക്കാരിൽ നിന്നും കിട്ടുവാനുള്ള ആനുകൂല്യങ്ങൾക്ക് കാലതാമസം നേരിടും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒരു പരിധിവരെ തരണം ചെയ്യുവാൻ സാധിക്കും. സന്താനങ്ങൾ മൂലം ഗുണഫലങ്ങൾ കിട്ടും. കായിക രംഗത്തുള്ളവർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ദോഷപരിഹാരമായി ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലിയും കടുംപായസവും നടത്തിക്കൊള്ളുക. മകരക്കൂറ് ഉത്രാടം മുക്കാൽ തിരുവോണം ഔട്ടത്തിൻ്റെ ആദ്യ പകുതി. വ്യവഹാരങ്ങളിൽ അനുരഞ്ജനം സാധ്യമാകും. കുടുംബത്ത് ഐക്യവും സമാധാനവും ഉണ്ടാവും. വാഗ്ദാനങ്ങൾ ഭംഗിയായി നിറവേറ്റാൻ സാധിക്കും. ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല അവസരങ്ങൾ വന്നു ചേരും. കർത്തവ്യബോധം കുറയുമെങ്കിലും ആത്മവിശ്വാസത്തിൻ്റെ ബലത്തിൽ കാര്യവിജയമുണ്ടാവും. ജോലി മാറുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് നല്ല അവസരങ്ങൾ ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച നേട്ടമുണ്ടാക്കുവാൻ പറ്റും. കർമ്മരംഗത്ത് സാമ്പത്തിക നേട്ടമുണ്ടാവും. തൊഴിൽപരമായി ഉണ്ടായിരുന്ന അലച്ചിൽ കുറയും. കായിക രംഗത്തുള്ളവർക്കും ഈ ആഴ്ച നല്ല അവസരങ്ങളും സാമ്പത്തികമായി ഉയർച്ചയും ഉണ്ടാവും. ദോഷപരിഹാരമായി ഭഗവതി ക്ഷേത്രത്തിൽ നെയ്വിളക്കും കടുംപായസവും നടത്തിക്കൊള്ളുക. കുംഭക്കൂറ് അവിട്ടം അവസാന പകുതി ചതയം പൂരുരുട്ടാതിമുക്കാൽ. കർമ്മരംഗത്ത് ഉയർച്ചയും ഉദ്യോഗക്കയറ്റവും ശമ്പളവർധനവും ഉണ്ടാകുമെങ്കിലും അവിചാരിതമായി ധനം ചെലവഴിക്കേണ്ടി വന്നേക്കാം. ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും. ഭൂമി വാങ്ങുന്നതിനും ക്രയവിക്രയം ചെയ്യുന്നതിനും യോഗം കാണുന്നു. സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾക്ക് ചില തടസ്സങ്ങളുണ്ടാവും. അവിവാഹിതർക്ക് വിവാഹസിദ്ധി പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്തുവാൻ സാധിക്കും. കലാരംഗത്തുള്ളവർക്ക് പുരസ്കാരങ്ങളോ അംഗീകാരങ്ങളോ ലഭിക്കാം. സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മത്സരങ്ങളിൽ നല്ല വിജയം കൈവരിക്കുവാൻ സാധിക്കും. ദോഷപരിഹാരമായി അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ ത്രിമധുരവും നെയ്വിളക്കും നടത്തിക്കൊള്ളുക. മീനക്കൂറ് പൂരുരുട്ടാതി അവസ്ഥാനപാദം ഉത്രട്ടാതി രേവതി. ജോലിയുമായി ബന്ധപ്പെട്ട് ധാരാളം യാത്ര ചെയ്യേണ്ടി വരും. ബിസിനസ്സിൽ ലാഭനഷ്ടങ്ങൾ തുല്യമായി തീരുന്നതാണ്. ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണ്ട കാലഘട്ടമാണ്. ബന്ധുക്കളുടെ ഇടയിലെ അനൈക്യം പറഞ്ഞു തീർക്കുവാൻ സാധിക്കും. നഷ്ടപ്പെട്ടുവെന്ന് കരുതിയിരുന്ന ചില രേഖകൾ കൈവശം വന്നു ചേരും. വരവിൽ കൂടുതൽ ചെലവ് അധികരിച്ചിരിക്കും. നിസ്സാര കാര്യങ്ങൾക്ക് പോലും ധനം ചെലവഴിക്കേണ്ടി വന്നേക്കാം. ഊഹക്കച്ചവടത്തിൽ നഷ്ടം വരുവാൻ സാധ്യത കാണുന്നു.
കലാകായിക രംഗത്തുള്ളവർക്ക് നേട്ടം കുറയും. ദോഷപരിഹാരമായി ശിവക്ഷേത്രത്തിൽ ധാര, പിൻവിളക്ക്, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി എന്നിവ നടത്തിക്കൊള്ളുക. എല്ലാവർക്കും ഐശ്വര്യപൂർണമായ നല്ലൊരു വാരം നേരുന്നു.